കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്നും അതീവ ഗുരുതരമായ ഒരു ക്രൈം അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രദേശത്ത് സജീവമായിരുന്ന വൻ ലഹരി മരുന്ന് സംഘത്തെ പിടികൂടാനുള്ള പോലീസിന്റെ റെയ്ഡിനിടെ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും നേരെ ക്രൂരമായ ആക്രമണം അരങ്ങേറിയിരിക്കുന്നു. കോഴിക്കോട് റൂറൽ എസ്.പിക്ക് ലഭിച്ച അതീവ രഹസ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പാണ്ടിക്കോട് വെച്ച് ഡാൻസ് ഓഫ് സ്ക്വാഡ് നടത്തിയ ആസൂത്രിത പരിശോധനയ്ക്കിടയിലാണ് സിനിമാറ്റിക് മോഡിലുള്ള നാടകീയ സംഭവങ്ങൾ ഉണ്ടായത്. പ്രതികളെ വളഞ്ഞ പോലീസിനെ അപ്രതീക്ഷിതമായാണ് പ്രതികൾ നേരിട്ടത്. പരിശോധനയ്ക്കായി അടുത്തേക്ക് വന്ന ഉദ്യോഗസ്ഥരെ ലഹരി സംഘം പെട്ടെന്ന് തന്നെ തടയുകയും മാരകായുധങ്ങളുമായി ആക്രമിക്കാൻ തുനിയുകയുമായിരുന്നു. ഡാൻസ് ഓഫ് സ്ക്വാഡ് അംഗങ്ങൾക്കും അക്രമം തടയാൻ ശ്രമിച്ച റിയാസ് എന്ന പ്രാദേശിക നാട്ടുകാരനും ഈ സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. തുടർന്ന് കൂടുതൽ പോലീസ് സന്നാഹം സംഭവ സ്ഥലത്തേക്ക് ഇരച്ചെത്തുകയും ആക്രമി സംഘത്തെ പൂർണ്ണമായി ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയുമായിരുന്നു. 2 യുവാക്കളും 3 സ്ത്രീകളും ഉൾപ്പെടെ 5 പേരടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് നിലവിൽ വലയിലാക്കിയിരിക്കുന്നത്. ഇവരിൽ നിന്നും വിപണിയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മാരകമായ രാസലഹരി വസ്തുക്കളാണ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെടുത്തത്. വളരെ ആസൂത്രിതമായി സ്ത്രീകളെ മുന്നിൽ നിർത്തിയാണ് ഈ മാഫിയ സംഘം തങ്ങളുടെ ലഹരി വ്യാപാര ശൃംഖല കെട്ടിപ്പടുത്തത് എന്നതാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ റെസിഡൻഷ്യൽ ഏരിയകൾ കേന്ദ്രീകരിച്ച് ആർക്കും സംശയം തോന്നാത്ത രീതിയിലാണ് ഇവർ തങ്ങളുടെ താവളങ്ങൾ ഒരുക്കിയിരുന്നത്. ഇത് പ്രാദേശിക സമൂഹത്തിന്റെ സമാധാന അന്തരീക്ഷത്തെയും യുവതലമുറയുടെ സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്താണ്. പൊതുജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തി തങ്ങളുടെ ക്രിമിനൽ സാമ്രാജ്യം നിലനിർത്താനാണ് ഇവർ പോലീസിനെ പോലും ആക്രമിക്കാൻ മടിക്കാത്ത വിധം അക്രമാസക്തരായത്. നിലവിൽ പിടിയിലായ പ്രതികൾക്കെതിരെ മാരകമായ ലഹരി മരുന്ന് കൈവശം വെച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി പോലീസിനെ ആക്രമിച്ചതിനും ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ കേരള പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിൽ അപരിചിതമായ ആളുകളെ സംശയാസ്പദമായ നീക്കങ്ങളോ സമാനമായ ലഹരി ഇടപാടുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ തന്നെ പോലീസിനെയോ എക്സൈസ് അധികൃതരെയോ രഹസ്യമായി വിവരം അറിയിക്കേണ്ടതാണ്. പൊതുജനങ്ങളുടെ കൃത്യമായ ജാഗ്രതയ്ക്ക് മാത്രമേ ഇത്തരം ക്രിമിനൽ നെറ്റ്വർക്കുകളെ പൂർണ്ണമായി തകർക്കാൻ സാധിക്കൂ. നമ്മുടെ നാടിനെയും വരും തലമുറയെയും ലഹരി മാഫിയയുടെ കറുത്ത കരങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി കണ്ട് ഇതിലെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സമൂഹത്തിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഈ ബ്രോഡ്കാസ്റ്റ് വീഡിയോ ഇപ്പോൾ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ജാഗ്രത തുടരുക.